ഹലോ ഗൈസ്, ഈ വീഡിയോയിൽ ഞാൻ എൻ്റെ ബിടെക് IV ഫോട്ടോസും വീഡിയോസുമാണ് നിങ്ങളെ കാണിക്കുന്നത്. S5 പകുതി എത്തിയ സമയത്താണ് ഞങ്ങളെല്ലാവരും കൂടെ IVക്ക് പോയത്. ഈ ഒരു ബസ്സിലാണ് നമ്മളെല്ലാവരും കൂടെ IVക്ക് പോയത്. മൂൺ ലൈറ്റ്. രാത്രി ഒരു 7-8 മണി കഴിഞ്ഞിട്ടാണ് നമ്മൾ കോളേജിൽ നിന്ന് പുറപ്പെടുന്നത്. നല്ല മഴയുണ്ടായിരുന്നു ഈ സമയത്ത്. നമ്മുടെ IV എന്ന് പറയുന്നത് കർണാടക ബേസ്ഡ് ആയിരുന്നു. നമ്മൾ നേരെ കർണാടകത്തിലോട്ടാണ് വിട്ടത്. അവിടെ കുറച്ച് ഇൻഡസ്ട്രീസൊക്കെ വിസിറ്റ് ചെയ്തു. പിന്നെ അവിടെയുള്ള കുറേ സ്ഥലങ്ങൾ കണ്ടു. മൈസൂർ പാലസ്, പിന്നെ ബാംഗ്ലൂരിലെ ഗാർഡൻ, പിന്നെ അങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ടല്ലോ, അതൊക്കെ കണ്ടു. കൂടുതൽ സംസാരിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ഫോട്ടോസും വീഡിയോസും കണ്ടോളൂ. ഇടയ്ക്കിടയ്ക്ക് വന്ന കാര്യങ്ങളും പറയാം. എല്ലാവരും പ്രിപ്പയർ ആയി തന്നെയാണ് വന്നത്. എന്നാലും നമ്മൾ പോണ വഴിക്ക് ആദ്യം തന്നെ ഒന്ന് റീഫ്രഷ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഒരു ഹോട്ടലിൻ്റെ അടുത്ത് നിർത്തി ഫുഡ് കഴിച്ചു. ആദ്യം തന്നെ എല്ലാവരും ബസ് കണ്ടപ്പോൾ തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഭയങ്കര കൈയെടുത്ത് കാണിക്കലും എല്ലാം ആയിരുന്നു. ബസ്സിനകത്തോട്ട് കയറിയപ്പോഴും എല്ലാവരും ഡാൻസും പാട്ടും ആകപ്പാടെ ഒരു ജോളി മൂടായിരുന്നു. ഇവരൊക്കെ ഇങ്ങനെ ഡാൻസ് കളിക്കുമോ എന്ന് ഞാൻ ചിന്തിച്ചു. കാരണം അവർ ഡാൻസ് കളിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. തിരിച്ചു വരുന്നവരെ ഇതുണ്ടായിരുന്നു. ഈ പുള്ളിക്കാരനായിരുന്നു നമ്മുടെ മെയിൻ ഡാൻസർ. ഡാൻസിങ്ങിൽ ശരിക്കും പറഞ്ഞാൽ ടഫ് കോമ്പറ്റീഷൻ ആയിരുന്നു ബസ്സിനകത്ത്. രാത്രിയും പകലും നോക്കാതെ ഡാൻസും പാട്ടും ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരുന്നു. ബസ്സിൽ എപ്പോഴൊക്കെ കയറുന്നോ അപ്പോഴൊക്കെ പാട്ടും ഡാൻസും കാണും. പോകുന്ന വഴിയിലൊക്കെ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഫോറസ്റ്റിനിടയിലൂടെ ആയിരുന്നു യാത്ര. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇടയ്ക്കിടയ്ക്ക് മഴയും പെയ്യുന്നുണ്ടായിരുന്നു. അതോടൊപ്പം നല്ല തണുപ്പും ഒക്കെ എല്ലാം കൂടെ ചേർന്നൊരു നല്ല ക്ലൈമറ്റ് ആയിരുന്നു. നമ്മുടെ കൂടെ ഒരു ടീച്ചറും ഒരു സാറുമാണ് ഉണ്ടായിരുന്നത്. പിന്നെ ക്ലാസ്സിലെ ഒട്ടുമിക്ക ആളുകളും ഉണ്ടായിരുന്നു. 1-2 പേരൊഴിച്ച് ബാക്കി എല്ലാവരും ഉണ്ടായിരുന്നു. ഇതാ നോക്കൂ ഗൈസ്, നമ്മുടെ മെയിൻ ഡാൻസർ ഡാൻസ് ചെയ്ത് അങ്ങ് തകർക്കുകയാണ്. നമ്മുടെ മെയിൻ ഡാൻസർ പുള്ളിക്കാരനെ കണ്ട് ഇൻസ്പയർ ആയി ഗേൾസും ഫ്രണ്ടിൽ ഡാൻസ് കളി തുടങ്ങി. അങ്ങനെ ഒരു മത്സരമായിരുന്നു ഗേൾസും ബോയ്സും തമ്മിൽ ഡാൻസ് കളി. ഒരുമാതിരി കോമ്പറ്റീഷൻ പോലെ ആയിപ്പോയി. ഈ കണ്ണാടി വെച്ച പുള്ളിയായിരുന്നു നമ്മുടെ ടൂർ കോർഡിനേറ്റർ. അതിൻ്റെ സന്തോഷം അവൻ്റെ മുഖത്ത് കാണാനുണ്ട്. അത് കഴിഞ്ഞ് ബസ്സിൽ സിനിമ ഇട്ടു. സിനിമ ഇടുമ്പോൾ ഉള്ള പ്രശ്നമെന്ന് വെച്ചാൽ ഏത് സിനിമ വേണം എന്നുള്ളതിനെ ചൊല്ലിയുള്ള തർക്കങ്ങളാണ്. അങ്ങനെ ഒരു സിനിമ ഫിക്സ് ചെയ്തു അവസാനം.
ഇവിടെ മുഴുവൻ വാട്ടർ ഷോയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. ലൈറ്റും വാട്ടറും അതായിരുന്നു മെയിൻ. നമ്മളെ കൂടാതെ വേറെയും ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു ഇതൊക്കെ കാണാനായിട്ട്. ഇതിനിടയ്ക്ക് ഒന്ന് നടക്കാൻ പോയി വഴി തെറ്റിപ്പോയ സംഭവം ഉണ്ടായി. പിന്നെ എങ്ങനെയൊക്കെയോ ലൊക്കേഷൻ കണ്ടുപിടിച്ച് തിരിച്ചെത്തി. എന്തെങ്കിലും ഡ്രസ്സോ കാര്യങ്ങളോ ഒക്കെ നോക്കാമെന്ന് വെച്ചാൽ വെളിയിലോട്ട് ഇറങ്ങിപ്പോയപ്പോഴാണ് തിരിച്ചു വരാനുള്ള വഴി അറിഞ്ഞുകൂടാന്ന് മനസ്സിലായത്. പിന്നെ കൂടെ ഉള്ളവരെ വിളിച്ച് തിരിച്ചെത്തി ഒരുവിധം. പക്ഷേ അതിൻ്റെ ഗുണം ഈ വീഡിയോയുടെ അവസാനം കാണാം. വഴി തെറ്റിയെങ്കിലും ഒരു ഗുണമുണ്ടായി. ഇൻഡസ്ട്രി വിസിറ്റിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരുന്നൊരു മ്യൂസിയം പോലത്തെ ഒരു സംഭവമായിരുന്നു ഇത്. അവിടെ കൊച്ചു പിള്ളേർ മുതൽ വലിയ ആളുകൾ വരെ ഉണ്ടായിരുന്നു. ഇതിനിടയ്ക്ക് കുറച്ച് ഫോട്ടോസും എടുത്തു. വീണ്ടും മഴ ഇങ്ങനെ ഉടനീളം ഉണ്ടായിരുന്നു. രാത്രിയാകുമ്പോൾ നല്ല മഞ്ഞും ഉണ്ടായിരുന്നു. ഇത് കൂർഗിൽ വെച്ചെടുത്തൊരു ഫോട്ടോയാണ്. നമ്മൾ താമസിച്ച റൂമിൻ്റെ ജനലിൽ ഞാൻ എഴുതിയൊന്ന് നോക്കിയതാണ്. അത്രയ്ക്കും തണുപ്പായിരുന്നു. ഫുഡൊക്കെ കഴിച്ചത് ഇതുപോലുള്ള ഹോട്ടലുകളിൽ നിന്നായിരുന്നു. നല്ല ഫുഡായിരുന്നു. ഇത് മറ്റേ DNA മോഡലാണ്. ഇത് തെർമൽ സ്കാനറും. ഇവിടെ ഏറ്റവും കൂടുതലും കൊച്ചു പിള്ളേരുണ്ടായിരുന്നു. കൊച്ചു പിള്ളേർക്ക് ഭയങ്കര ഒരു ആകാംക്ഷയായിരുന്നു ഇതിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ, ഈ സാധനങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ. എനിക്ക് മാത്രമല്ല ഫോണിന് നല്ല ഹീറ്റിംഗ് ഉണ്ടെന്ന് മനസ്സിലായി. ഇനി മൈസൂർ പാലസിനെ പറ്റി പറയുകയാണെങ്കിൽ അവിടുത്തെ ഓരോ മുക്കും മൂലയും അത്രയും ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള സംഭവങ്ങളാണ്. കലാപരമായിട്ടുള്ള ഒരു എന്താ പറയുക, വളരെ വെൽ മെയ്ഡായിട്ടുള്ളൊരു കൊട്ടാരം. ഓരോ മുക്കും മൂലയും അത്രയും പ്രിസിഷനോടുകൂടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കൊട്ടാരത്തിനകത്ത് ലൈറ്റിംഗ് കുറവാണെങ്കിലും പിന്നെ ആ ലൈറ്റിംഗ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഫോട്ടോ എടുത്തു.
കാണാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. നമ്മുടേത് ഒരു 5 ദിവസത്തെ ഐ വി ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തിരിച്ച് വരേണ്ടതായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മൊത്തം കാണാൻ കഴിഞ്ഞില്ല. പാലസിനകത്ത് നിന്നൊന്നും ഫോട്ടോ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് എല്ലാവരും വെളിയിൽ ഇറങ്ങിയ ഉടനെ ഫോട്ടോ എടുപ്പ് തുടങ്ങി. കൂടെ ഞാനും കൂടി. ഒരു പാലമരം കണ്ടതും എല്ലാവരും അതിൽ വലിഞ്ഞു കയറാൻ തുടങ്ങി. മഴ ഇടയ്ക്കിടയ്ക്ക് പെയ്യുന്നതുകൊണ്ട് തന്നെ ഗാർഡനിൽ പല സ്ഥലങ്ങളിലും വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ടായിരുന്നു. മൈസൂർ പാലസിൻ്റെ മുൻപിൽ അപ്പം തന്നെ ഫോട്ടോ എടുത്ത് പ്രിൻ്റ് ചെയ്ത് കൊടുക്കുന്നൊരു സെറ്റപ്പ് ഉണ്ടായിരുന്നു. ഞങ്ങളും അതൊരെണ്ണം ട്രൈ ചെയ്തു. അവസാനമായിട്ട് നമ്മൾ വിസിറ്റ് ചെയ്തത് വണ്ടർലയാണ്. ഐ വിക്ക് പോകുമ്പോൾ വണ്ടർല വിസിറ്റ് ചെയ്യാത്ത ആൾക്കാർ വളരെ കുറവായിരിക്കും അല്ലേ? അത് കഴിഞ്ഞ് ജസ്റ്റ് അതിനടുത്തുള്ളൊരു മാളിലും കയറി. മോളിലെന്തോ പരിപാടിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ എനിക്കൊന്ന് വഴിതെറ്റിപ്പോയെന്ന്. ഒന്ന് വഴിതെറ്റിപ്പോയത് കൊണ്ടാണ് എനിക്ക് ഈ ഡ്രസ്സൊക്കെ വാങ്ങിക്കാൻ പറ്റിയത്. അതുകൊണ്ട് എന്തായാലും നന്നായി വഴിതെറ്റിയത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഐ വി ഫോട്ടോസ് ആൻഡ് വീഡിയോസ്. താങ്ക് യു ഫോർ വാച്ചിങ്.